നേരത്തെ സ്വാഗതത്തിൽ ഈ സത്രത്തിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ചുരുങ്ങിയ വാക്കുകളിൽ പ്രതിപാദിക്കുകയുണ്ടായി. മൂല്യങ്ങളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത നേരത്തെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി രൂപപ്പെടുത്തിയ കഥകളിലെ കഥാപാത്രങ്ങളുടെ മൂല്യങ്ങളുടെ ഉയർന്ന അളവും അതിൻ്റെ സാധ്യതയും പുതിയ തലമുറയെ ബോധ്യപ്പെടുത്താൻ സഹായകരമായ വിശകലനങ്ങളും വിവരണങ്ങളുമാണ് തുടർച്ചയായി ഈ സത്രത്തിൽ നടന്നുവരുന്നത്. എൻ്റെ വിശ്വാസമാണ് ശ്രേഷ്ഠം, മറ്റെല്ലാം മോശം എന്ന നിലയിൽ ശക്തിപ്പെട്ടു വരുന്ന വിശ്വാസത്തിൽ അധിഷ്ഠിതമായ അധികാര കേന്ദ്രത്തിലേക്കുള്ള കടന്നുവരവിന് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ യഥാർത്ഥത്തിൽ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത് എന്നുകൂടി ഈ ഘട്ടത്തിൽ ബഹുജനങ്ങളെ, പ്രത്യേകിച്ച് മൂല്യത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്നവരെ ബോധ്യപ്പെടുത്താൻ കഴിയത്തക്ക നിലയിൽ കൃത്യമായി ഓരോ മൂല്യങ്ങളുടെയും വിശകലനത്തിന് ഈ വേദി സജ്ജമാകുന്നു, മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷം. ഈ സത്രത്തിനും അതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാ മനുഷ്യർക്കും സമാധാനം ഉണ്ടാവുക എന്നുള്ളതാണ് മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ലക്ഷ്യം. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് സമൂഹത്തിലെ എല്ലാ മനുഷ്യരുടെയും മനസ്സ് തീവ്രമാവാതെ സമാധാനത്തോടുകൂടി നമ്മുടെ സമൂഹത്തിലെ, ലോകത്തിലെ എല്ലാ മനുഷ്യരും ജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ, ഒരു അന്തരീക്ഷം, ഒരു ചുറ്റുപാട് നമ്മുടെ സമൂഹത്തിനകത്തുണ്ടാക്കുക എന്നുള്ളതാണ് വിശ്വാസ പ്രമാണത്തിൻ്റെ ഭാഗമായി പ്രധാനമായും നമ്മളെല്ലാവരും ലക്ഷ്യമാക്കും. അങ്ങനെ ലക്ഷ്യമാക്കുമ്പോൾ സമൂഹത്തിനകത്ത് മനുഷ്യരും മൃഗങ്ങളും മറ്റു ജീവജാലങ്ങളും ജീവനുള്ള ഒരുപാട് വസ്തുക്കൾ നമ്മുടെ സമൂഹത്തിനകത്തുണ്ട്. അവർക്കെല്ലാവർക്കും ജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള സാഹചര്യം പ്രധാനമായും നമ്മുടെ സമൂഹത്തിനകത്ത് ഒരുക്കേണ്ടതുണ്ട്. അവർക്ക് ഭക്ഷണം, അവർക്ക് താമസം, അവർക്ക് കുടിവെള്ളം, അവരുടെ ശുചിത്വം, അങ്ങനെ സമ്പൂർണമായ രീതിയിൽ മനുഷ്യൻ്റെ പുരോഗമനം ലക്ഷ്യം വെച്ചുകൊണ്ട്, വിശ്വാസ പ്രമാണങ്ങൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ ലക്ഷ്യം വയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വേദിയായി മറ്റെല്ലാ മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായി, മറ്റെല്ലാ വിശ്വാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി അവിശ്വാസങ്ങളെയൊക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരുടെ ദൈവങ്ങളെയും അവരുടെ വിശ്വാസങ്ങളെയും ഒക്കെ തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമൂഹത്തിനകത്ത് നല്ല നിലവാരത്തിൽ ജീവിക്കാൻ കഴിയാവുന്ന രീതിയിൽ, സമാധാനപരമായി ജീവിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഈ ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷാ സത്രം മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. ഇവിടെ ഭാഗവത സത്രം ആരംഭിക്കുന്ന സമയത്ത് ഞാൻ ഈ വാർഡിൻ്റെ ജനപ്രതിനിധിയും പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. അന്ന് അതിൻ്റെ ചടങ്ങിൽ, അതിനുശേഷം തുടർന്നുള്ള എല്ലാ വർഷങ്ങളിലും ചടങ്ങിലോ അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിലൊക്കെ പങ്കെടുക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ ഇതിനൊരു പൂർണ്ണതയിലേക്ക് എത്തി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, വർഷങ്ങളുടെ ബഹുമാനന്ദ സ്വാമിയുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഇന്നിവിടെ കാണുന്ന ഈ സഭാനികേതനം.
സഭാനികേതൻ്റെ അദ്ദേഹത്തിൻ്റെ ഒരു പക്ഷേ സ്വപ്ന സാഫല്യവും ആയിരിക്കും ഈ സഭാനികേതൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സത്രം തുടങ്ങുമ്പോൾ അദ്ദേഹം അതിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ തന്നെ അദ്ദേഹം ഇതൊരു സ്ഥിരം സംവിധാനമായി മാറണമെന്ന് സംസാരിച്ചത് ഞാനിപ്പോഴും ഓർക്കും. അത് അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം അദ്ദേഹം സാക്ഷാത്കരിച്ച ഒരു ധന്യമുഹൂർത്തം കൂടിയാണ്. നമ്മളെല്ലാവരും ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം സാക്ഷ്യം വഹിക്കുന്നത്. എന്തായാലും നമുക്കറിയാം, ലോകത്ത് ഒരുപാട് മഹാന്മാരുണ്ട്. പക്ഷേ എല്ലാ മഹാന്മാരിൽ നിന്നും വ്യത്യസ്തമായി ചില പ്രത്യേകതകളുള്ള ആളുകളുണ്ട്. നമുക്കറിയാം, മഹാത്മജി ആയാലും അതുപോലെ തന്നെ ഒരുപാട് അത്തരം ആളുകൾ. ബഹുമാനന്ദ സ്വാമിജി ഒരു പക്ഷേ ഭാരതത്തിലെ തന്നെ സന്യാസി വരന്മാർക്ക് ഒരു വഴികാട്ടി കൂടിയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം ഒരു വിഷയം ഏറ്റെടുത്താൽ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം അത് സാക്ഷാത്കരിക്കുന്നവരെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ അതിൻ്റെ പുറകിൽ ഉണ്ടാവും, അതിൽ പ്രേരക ശക്തിയായിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സാക്ഷ്യമാണ്. സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണിപ്പോൾ. കാരണം ഞാൻ സത്രം തുടങ്ങുമ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് വന്ന് നമ്മളിവിടേക്ക് സത്രത്തിലേക്ക് വരണം എന്നുള്ളൊരു സന്തോഷം ഞങ്ങൾ അന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിനുശേഷം ജോലിക്ക് പോകുമ്പോഴും 6 മണിക്ക് സത്രം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വരുന്നത് 6 മണിക്കുള്ള നാമസങ്കീർത്തനമാണ്. നമ്മുടെ ബഹുമാനന്ദ സ്വാമിജിയുടെ നേതൃത്വത്തിലുള്ള നാമസങ്കീർത്തനവും ഇവിടെ അലങ്കാരപ്രദമായിട്ടുള്ള ഒരു പന്തലും. നമുക്കറിയാം, നമ്മുടെ മനസ്സിൽ ഇപ്രാവശ്യം ഏത് തരം പൂക്കളാണ് ആ പന്തലിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഞങ്ങൾ കുട്ടികളായിരുന്നപ്പോൾ. തികച്ചും അതിൽ നിന്ന് വ്യത്യസ്തമായി 20 വർഷത്തിന് ശേഷം ഇത്രയും നല്ലൊരു ഹാള്, അത് നേരത്തെ സംസാരിച്ചതുപോലെ സ്വാമിജിയുടെ കഠിന പ്രയത്നം തന്നെയാണ്. അത് വളരെ സന്തോഷം, അതിലേറെ അഭിമാനവുമുണ്ട് ഇതിലൊരു സാക്ഷ്യം വഹിക്കാൻ കഴിഞ്ഞതും ഇതിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും വളരെയധികം സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെക്കുന്നു. എല്ലാവിധ ആശംസകളും. ഇതും ഇനിയും മുന്നോട്ട് പോകാൻ വേണം. പാർലിക്കാടിന്റെ അഭിമാനമായി ഇത് ഇനി തുടരണമെന്നും അതിന് എല്ലാവിധ ആയുരാരോഗ്യങ്ങളും ഇത് നയിക്കുന്ന ബഹുമാനന്ദ സ്വാമിജിക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പാർലിക്കാട് നൈമിഷാരണ്യം എന്ന ശ്രീമദ് ഭാഗവത തത്വ സമീക്ഷ സത്രവേദിയിൽ ഇന്ന് സമാരാധ്യനായ സംപൂജ്യ ഭൂമാനന്ദ തീർത്ഥജി മഹാരാജ് വിരചിച്ച് അനുഗ്രഹിച്ച ഒരു പുസ്തകം പ്രകാശനം ചെയ്യപ്പെടുകയാണ്. അധ്യക്ഷ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള എല്ലാ സന്യാസി ശ്രേഷ്ഠന്മാർക്കും സാഷ്ടാംഗ പ്രണാമം അർപ്പിച്ചുകൊണ്ട്, വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സജ്ജനങ്ങൾക്ക് നമോവാക്കം അർപ്പിച്ചുകൊണ്ട്, ഗ്രന്ഥത്തെ സാമാന്യമായി പരിചയപ്പെടുത്തി അർപ്പിതമായ പ്രകാശന ദൗത്യം സദ്ഗുരു പാദാരവിന്ദ സ്മരണയോടെ നിർവഹിക്കട്ടെ. ശ്രീരാമചന്ദ്ര പ്രഭു മര്യാദാ പുരുഷോത്തമനെന്ന് പ്രസിദ്ധനാണ്. രാമോ വിഗ്രഹവാൻ ധർമ്മ എന്ന് ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ ശത്രുസ്ഥാനീയൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന മാരീചനാൽ അംഗീകരിക്കപ്പെട്ട തത്വമൂർത്തിയാണ്. ഈ ശ്രീരാമചന്ദ്ര പ്രഭുവിനെ വാർത്തെടുത്ത യോഗവാസിഷ്ഠം ശ്രീനാരദരിൽ നിന്ന് രാമായണ ചരിതം ഗ്രഹിച്ച വാൽമീകി മഹർഷി തന്നെ
വിരചിച്ചതാകുന്നു. ഭഗവാൻ വസിഷ്ഠരെ ശ്രീരാമചന്ദ്ര പ്രഭു വിഷാദമഗ്നനായാണ് സമീപിക്കുന്നത്. യോഗവാസിഷ്ഠത്തിലെ സൂചനയനുസരിച്ച് 16-ാമത്തെ വയസ്സിൽ ശ്രീരാമചന്ദ്ര പ്രഭു ഒരു ദേശാടനം തീർത്ഥയാത്ര നടത്തി. അങ്ങനെ ഒരു തീർത്ഥാടന ശേഷം അനുഗ്രഹീതമായ ഒരു വിഷാദത്താൽ ശ്രീരാമചന്ദ്ര പ്രഭു സമ്പന്നനായി എന്നുള്ളതാണ് യോഗവാസിഷ്ഠ ഉപദേശത്തിന് അവസരം ഒരുക്കുന്നത്. പുസ്തകം പ്രകാശിപ്പിച്ച സ്വാമിജിക്ക് പ്രണാമം. സംപൂജ്യ സ്വാമിജിയുടെ ഉൾനിർവൃത്തിയുടെ ഉദ്വേഗശാസ്ത്രം എന്ന ഗ്രന്ഥം സത്രവേദിയിൽ സംപൂജ്യ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതിജി മഹാരാജ് പ്രകാശിപ്പിക്കുന്നു. സ്വാമിജിയിൽ നിന്നും ഗ്രന്ഥം സ്വീകരിക്കുന്നത് വ്യാസതപോവനത്തിലെ തപസ്വിനിയും പൂജ്യ പുരുഷോത്തമതീർത്ഥ സ്വാമിജി മഹാരാജിന്റെ സന്യസ്ത ശിഷ്യയുമാണ്. പൂജ്യ സ്വാമിജിക്കും പുരുഷോത്തമൻ മാസ്റ്റർക്കും നന്ദി. ഇരുപത്തൊന്നാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രമാണുള്ളത് എന്ന് പറഞ്ഞാൽ 20 കൊല്ലമായി നാം ഈ നൈമിഷാരണ്യത്തിൽ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രം എന്ന് പറയുന്ന വിശേഷപ്പെട്ട ജ്ഞാന മഹോത്സവം ആഘോഷിച്ചു വരികയാണ്. 3 കൊല്ലം മറ്റും കഴിഞ്ഞപ്പോഴാണ് പത്രക്കാരെല്ലാവരും കൂടി ജ്ഞാന മഹോത്സവം എന്നൊരു പേരിട്ടത്. 20 കൊല്ലം പിന്നിട്ടപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ തുടക്കത്തിൻ്റെ ചില കാര്യങ്ങൾ നമ്മളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. ചെറിയ തുടക്കത്തിൽ നിന്ന് വലിയ സംരംഭങ്ങൾ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. ഗ്രേറ്റ് തിങ്സ് ആർ ബോൺ ഫ്രം ഹംബിൾ ബിഗിനിങ്സ് എന്ന് പറയും ഇംഗ്ലീഷിൽ. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഈ കാര്യത്തിൽ വാസ്തവമാണ്. നൈമിഷാരണ്യത്തിലും ഈ സഭാനികേതന്റെ കാര്യത്തിലും ഇതെങ്ങനെയാണ് തുടങ്ങിയെന്നുള്ളത് പലർക്കും അറിയാം, അറിയാത്തവരും ഉണ്ടാവും. പക്ഷെ അത് അറിയേണ്ട ഒരു ആവശ്യമില്ല. ഏതുപോലെ ഒരു കുട്ടി ജനിച്ചു വളരുമ്പോൾ ആ കുട്ടിയെ മനസ്സിലാക്കേണ്ടി വരും, എൻ്റെ അച്ഛനമ്മമാരാരാ, അവരുടെ അച്ഛനമ്മമാരാരാ, അവരുടെ പിൻഗാമികൾ ആരൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് എന്തെങ്കിലും ഓർമ്മ വയ്ക്കാനും അനുസരിക്കാനും അനുവർത്തിക്കാനുമായി എന്തെങ്കിലും അവരുടെ കൈവശം ഉണ്ടായിരുന്നോ എന്നറിയാൻ ഉണ്ടാവേണ്ടതാണ്. അപ്പോഴേ മനുഷ്യ ജീവിതം സാർത്ഥകമാകും. ഇതാണ് സത്യം. അപ്പോൾ എങ്ങനെയാണത് തുടങ്ങിയത് എന്നൊക്കെ ഒന്ന് ചിന്തിച്ചാൽ കൊള്ളാമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ പുരുഷോത്തമ സ്വാമി ആദ്യത്തെ പടം ഞാൻ പുരുഷോത്തമ സ്വാമിജിയെ നിത്യസ്മരണീയൻ എന്നാണ് ചിത്രീകരിക്കാറുള്ളത്. പൂർവാശ്രമത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ മാതൃഗർഭത്തിൽ നിന്ന് ജനിച്ചവർ. എന്നേക്കാൾ 15 വയസ്സ് പ്രായം കൂടുതലാണ് പുരുഷോത്തമ സ്വാമിജി. കൊൽക്കത്തയിൽ നിന്ന് താടിയും തലയൊക്കെ പഠിച്ച് കാവ്യവസ്ത്രം കൊടുത്ത് സന്യാസം സ്വീകരിച്ച ഗുരുവിൽ നിന്ന് ഇവിടെ വന്നപ്പോൾ ആ വന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, ആ കാഴ്ച അദ്ദേഹത്തെ വല്ലാതെ ബാധിച്ചു എന്നാണ് പറയുന്നത്, സ്വാധീനിച്ചു. അതിനുശേഷം അതിനു മുൻപ് തന്നെ ഞാൻ കൽക്കത്തയിൽ നിന്ന് വേദാന്ത പുസ്തകങ്ങളൊക്കെ അയച്ചു കൊടുക്കും. സ്വാമിജി വലിയൊരു വായനക്കാരനായിരുന്നു. പക്ഷേ എല്ലാ പുസ്തകവും അദ്ദേഹം എടുത്തിട്ട് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ വയ്ക്കും. അതെനിക്ക് ഇഷ്ടമല്ല. അപ്പം ഞാൻ എപ്പോഴും ഒരു ട്രാം ടിക്കറ്റോ
മറ്റും അതിൻ്റെ കൂട്ടത്തിൽ വെച്ച് കൊടുത്തായിരിക്കും അങ്ങനെ വയ്ക്കരുത് എന്ന്. അപ്പോൾ പല പുസ്തകങ്ങളും വേദാന്ത പുസ്തകങ്ങൾ അവിടെ അയച്ചു. അതിനു മുമ്പ് ഞങ്ങളുടെ ഗുരുവിനെ കൂട്ടിക്കൊണ്ടുവന്ന് കുടുംബത്തിലുള്ള എല്ലാവർക്കും ദീക്ഷ, ബ്രഹ്മവിദ്യ ദീക്ഷ നൽകി. അപ്പോൾ സ്വാമിജി എന്നോട് പറഞ്ഞു, ഞാൻ പരിപൂർണമായി ഈ ദീക്ഷയെ പിന്തുടരാം 1 കൊല്ലം വരെ. ആ 1 കൊല്ലത്തിനുള്ളിൽ അതിൽ നിന്ന് തക്കതായ ഫലമോ സ്വാധീനമോ മേന്മയോ എനിക്ക് കിട്ടില്ല എന്ന് വെച്ചാൽ തല ചുറ്റി ഒരു ഏറാകും. അല്ല, അതിൽ നിന്ന് വേണ്ടത്ര നേട്ടവും മേന്മയും ഒക്കെ ഉണ്ടെന്ന് മനസ്സിലായാലോ എൻ്റെ ജീവിതം പൂർണ്ണമായി അതിന് അർപ്പിക്കുന്നു. ഇത് ദീക്ഷ കിട്ടിയതിന് ശേഷം എന്നോട് പറഞ്ഞതാണ്. അത് ഓർമ്മ വെച്ചുകൊണ്ട് ഞങ്ങൾ വരുന്നതിന് മുൻപ് അദ്ദേഹത്തിനെ അറിയിപ്പിക്കാറുണ്ട്. അങ്ങനെ ആ കാഴ്ച കണ്ട് എന്നിട്ടാണ് തീരുമാനിച്ച് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയും സന്നിധിക്കാമെന്ന്. അന്ന് അദ്ദേഹത്തിന് 3 കുട്ടികളുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവർ. അതിൽ മൂത്ത കുട്ടിയാണ് സാധു പ്രൊഫസർ പത്മനാഭൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ആ പുരുഷോത്തമ സ്വാമിജിക്ക് സ്വതവേ ജനങ്ങളോട് വലിയ സ്നേഹവും കാരുണ്യവും ഒക്കെ ഉള്ളതാണ്. നല്ല ഒരു സോഷ്യൽ മനസ്ഥിതിയുണ്ട്. അദ്ദേഹത്തിന് എന്തെല്ലാം ഗുണമുണ്ടോ ആ ഗുണങ്ങളൊക്കെ സന്യസിച്ചതോടുകൂടി എത്രയോ മടങ്ങ് വർദ്ധിച്ചു. ഇത് നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. സന്യാസമാണ് മനുഷ്യ ജീവിതത്തിൽ ഏറ്റവും ഉത്തമം, ഫലപ്രദം, കാര്യക്ഷമം, ജനക്ഷേമപ്രദം. അവനവന് സാഫല്യവും മോക്ഷവും മറ്റുള്ളവർക്ക് സേവനവും. ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിതായ ച. അവനവന് മോക്ഷം കിട്ടണം, ജനങ്ങൾക്ക് സേവയും വേണം, ക്ഷേമം വേണം. ഇത് രണ്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വളരെ വിശേഷപ്പെട്ട് നടന്നു. സ്വാമി എന്തിനാ ഈ പുരുഷോത്തമ സ്വാമിയുടെ കാര്യം പറയുന്നതെന്ന് ചോദിച്ചാൽ, ഈ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രവും അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്നിട്ടുള്ള ഈ സഭാനികേതനം അദ്ദേഹത്തിൻ്റെ മൂലമാണ്. ഇതിൽ മുഴുവൻ അദ്ദേഹത്തിന് 84 വയസ്സായപ്പോൾ ഭക്തന്മാർ, നാട്ടുകാരും കൂടി ഒരാഘോഷം എന്തെങ്കിലും വേണം, ഞങ്ങൾക്ക് ശതാഭിഷേകം എന്ന് പറഞ്ഞു. എന്താ വേണ്ടതെന്ന് ചോദിച്ച് എൻ്റെ അടുത്ത് നാരായണാശ്രമത്തെ ഭവനത്തിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾ സന്യാസിമാരാണ്, സന്യാസിമാരായ ഞങ്ങൾക്ക് ശതാഭിഷേകം അങ്ങനെയുള്ള ആഘോഷങ്ങളൊന്നുമില്ല. എന്താ കാരണം? എല്ലാം കൂടി സന്യസിക്കുമ്പോൾ സർവ്വതും ഈശ്വരന് പൂർണ്ണമായി സമർപ്പിച്ചിട്ടാണ് ഈ സന്യസിക്കുന്നത്. ആ സമർപ്പണത്തിന് മീതെ പിന്നെ ഞങ്ങൾക്ക് ഒന്നുമില്ല, അത് മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ഞാൻ പറയില്ലായി. പക്ഷെ ഞങ്ങൾ സന്യാസിമാരാണ്, ജനങ്ങളെ സഹായിക്കാനും അവർക്ക് നന്മ വരാനും വേണ്ടിയുള്ള ബഹുമുഖ പ്രവർത്തനം ചെയ്യുന്നവരാണ്. പ്രത്യേകിച്ചും ഞങ്ങൾ ജ്ഞാനപ്രചരണം ചെയ്യുന്നവരാണ്. വിദ്യാദാനമാണ് പ്രധാനം. അതിൽ ബ്രഹ്മവിദ്യ ദാനം ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ വേറെ ഒന്നുമില്ല. പിന്നെ ഒന്ന് അന്നദാനം, അത് ശരീരത്തിനാണ്. ഇത് കണക്കിലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നിയാൽ നല്ലതാണ് എന്ന് ഞാൻ പറയുന്നുണ്ടായി. അങ്ങനെ അവർ തീരുമാനിച്ചു. പ്രൊഫസർ വൈദ്യലിംഗി ശർമ്മയെ കൊണ്ടുവന്ന് പാർലിക്കാട്ട് ദക്ഷനാഥകാവ് അന്നക്ഷേത്രത്തിൽ വെച്ച് ഒരു സപ്താഹം നടത്താം, ശ്രീമദ് ഭാഗവത സപ്താഹം. ഒരു ദിവസം ഞാനും വന്ന് സംസാരിച്ചു. സപ്താഹത്തിൻ്റെ ഓരോ ദിവസം മുന്നേറും തോറും ജനങ്ങൾക്ക് വളരെയധികം സന്തോഷം, ഒരു നിലയ്ക്ക് സാഫല്യം, ഉള്ളിൽ വേണ്ടത്ര ആഹ്ലാദം, ഉത്സാഹത്തിൻ്റെ തിമിർപ്പ്, ഇതിങ്ങനെ വർദ്ധിച്ചു വന്ന് സപ്താഹം പര്യവസാനിച്ചപ്പോൾ ഒരു നിലയ്ക്ക് സന്തോഷവും സാഫല്യവും, മറുഭാഗത്ത് കനത്ത ദീർഘകാലികമായിരിക്കുന്ന ഒരഭിലാഷം. എന്താണ് അഭിലാഷം? സ്വാമിജി സപ്താഹം ഞങ്ങൾ കേട്ടു. ശ്രീമദ് ഭാഗവതത്തിൻ്റെ മഹത്വവും സ്ഥാനവും മേന്മയും മഹിമയും അതിൽ വ്യാസമഹർഷി നമുക്ക് പറഞ്ഞു തരാനും ഉൾക്കൊള്ളാനും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, തത്വമൂല്യ സിദ്ധാന്തങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി ചെറിയ ഒരു വിലമതിപ്പും ഞങ്ങൾക്കുണ്ടായിട്ടുണ്ട്. ഈ ശാസ്ത്രം കൂടുതൽ ഗൗരവത്തോടും ആഴത്തോടും വിസ്താരത്തോടും
ഉത്തുംഗതയോടും കൂടി ഗ്രഹിക്കേണ്ടതാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതിന് പറ്റിയ ഒരു അവസരം ഉണ്ടാക്കി തന്നാൽ കൊള്ളാം എന്ന് പറഞ്ഞു. സ്വാമിജി അങ്ങനെ എനിക്ക് ടെലിഫോണിൽ ഇവരിങ്ങനെ പറയുന്നത്, നമ്മൾ എന്താ ചെയ്യാൻ പറ്റുക, ഒരു സത്രം പോലെ എന്തെങ്കിലും ഒന്ന് കണ്ട് നമുക്ക് നടത്താൻ പറ്റുമോ? ശരി, നമുക്ക് നോക്കാം. പക്ഷെ എവിടെയാണ് നടത്തുക സ്വാമിജി? എവിടെയാണ് നടത്തുക? അപ്പൊ സ്വാമിജി പറഞ്ഞു, അവിടെ വടക്കേമഠത്തിൻ്റെ മുകളിൽ നടത്താം, വാര്യന്മാരുടെ വാര്യത്തിൻ്റെ അപ്പുറത്ത് നടത്താം, ഇപ്പുറത്ത് നടത്താം. ഞാൻ പറഞ്ഞു, ഇതൊന്നും നടക്കില്ല. ഒരു കുഗ്രാമമായ പാറളിക്കാടിൽ നാം നടത്താൻ ഉദ്ദേശിക്കുന്ന സത്രത്തിൽ തന്നെ 100-100 ചില്ലാനം ആൾക്കാർ വന്നു. അല്ല, സപ്താംഗത്തിൽ ഒരു സത്രം നടത്തുകയാണെങ്കിൽ ആ സത്രത്തിൽ ബഹുശതം, ഒരു പക്ഷേ ബഹുസഹസ്രം ജനങ്ങൾ വന്നെന്ന് പറയും. അവർക്ക് സമ്മേളിക്കാനുള്ള സ്ഥലം എവിടെയാണ്? എൻ്റെ ദൃഷ്ടിയിൽ സ്വാമിജി അരിക്കണ്ടം മാത്രമേ ഉള്ളൂ. സ്വാമി പിന്നെയും ചിലതൊക്കെ മറിച്ച് പറയുണ്ടായി. അവസാനം സമ്മതിച്ച് വടക്കേക്കരക്കാര് രാഘവനായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരോട് സംസാരിച്ചു. ആ പൂവലിൻ്റെ വരുമാനം അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് 5000 രൂപ എന്തോ വരുമാനം കൊടുത്തിട്ടാണ് ആദ്യത്തെ കൊല്ലം സത്രം ഇവിടെ നടത്തിയത്. ആ സത്രം നടത്തിയതോടുകൂടി രാഘവനും വടക്കേക്കരക്കാർക്കും അവരുടെ മനസ്സിൽ തോന്നി. എന്താ തോന്നിയത്? ഇത് വാർഷികമായി നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു സംഭവമാണല്ലോ. അതുകൊണ്ട് ഇനി ഈ അരിക്കണ്ടത്തിൽ കൃഷിയും കൂട്ടുമായി നമുക്ക് കഴിഞ്ഞുകൂടാൻ പറ്റില്ല. സ്വാമിജിമാരെ, നിങ്ങൾ ഇതുകൊണ്ട് മേടിച്ചു കളയത്, എല്ലാ കൊല്ലവും ഈ സംഭവം വേണ്ടതുപോലെ നടക്കട്ടെ എന്നുള്ളത്. സ്വാമിജി എന്നോട് പറഞ്ഞു, അങ്ങനെയാണ് ഞങ്ങൾ അരിക്കണ്ടം മേടിച്ചത്. ഈ അരിക്കണ്ടം മേടിക്കുമ്പോൾ നമുക്ക് നല്ലപോലെ അറിയാം, എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രതിബദ്ധതയുണ്ട്. ഈ വേലയും പൂരവും ആഘോഷവും ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. ആ വേലയ്ക്കോ പൂരത്തിനോ ആഘോഷത്തിനോ യാതൊരു കോട്ടവും കുറവും വരാതെ വേണം ഇവിടെ വേറെ എന്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും. അത് അന്നും ഇന്നും എൻ്റെ മനസ്സിലുള്ളതാണ്. പൂരം കമ്മിറ്റിക്കുള്ളതിനേക്കാൾ കൂടുതൽ ഭൂമാനന്ദ സ്വാമിജിയുടെ മനസ്സിലുണ്ടെന്ന് ഞാനിത് പ്രഖ്യാപിക്കുന്നു. എല്ലാവർക്കും അറിയാമെന്ന്. പാലക്കാട് ഗ്രാമത്തെ സംബന്ധിച്ച് ഭാരതത്തിൻ്റെ അധ്യാത്മ പൈതൃകം അത് ഏറ്റവും ഉയർന്ന തലത്തിൽ ഭാവി കാലത്തേക്ക് കൂടി കരുതി വെച്ച ഒരു സവിശേഷ സമ്മാനത്തെ സമാജത്തിന് മുമ്പിൽ സമർപ്പിച്ച ഒരു ദിവ്യ സമ്മേളനത്തിലാണ് നാം എല്ലാം പങ്കുചേർന്നിട്ടുള്ളത്. ഈ ഔപചാരികമായ ഉദ്ഘാടന വേദിയിലും അതുപോലെ സഭയിലും സമ്മേളിച്ചിട്ടുള്ളവർക്ക് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്ര സമിതിയുടെ കൃതജ്ഞത അറിയിക്കുന്നതാണ് ഈ യോഗത്തിന്റെ ഒടുവിലത്തെ നടപടിക്രമം. വളരെയേറെ മുന്നൊരുക്കങ്ങൾ വേണ്ട വിധത്തിൽ പൂർത്തിയാക്കി സമയക്രമം പൂർണ്ണമായി പാലിച്ചുകൊണ്ട് സത്രസമിതി അംഗങ്ങളുടെയും ധർമ്മസേവകരുടെയും ഈ പ്രദേശവാസികളുടെയും ഭക്തജനങ്ങളുടെയും എല്ലാം സാന്നിധ്യത്തിൽ സ്വാമിജിമാരുടെ വിശേഷ അനുഗ്രഹം നിറഞ്ഞു കവിഞ്ഞൊഴുകിയ കുറേയധികം നിമിഷങ്ങൾ നമ്മളെ അനുഗ്രഹിച്ച് കടന്നു പോവുകയുണ്ടായി. ഈ സഭാനികേതന്റെ പ്രവേശന കവാടത്തിൽ ഭദ്രദീപം പ്രകാശിപ്പിച്ച് ഇതിന് പ്രവേശനം കുറിക്കുകയും തുടർന്ന് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന് ധ്വജാരോഹണം നടത്തുകയും ചെയ്തതിനു ശേഷം പൂജ്യ സ്വാമിജിയുടെ നേതൃത്വത്തിൽ എല്ലാവരും ഈ സഭാനികേതനിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ഇതിഹാസ പ്രസിദ്ധമായ നൈമിഷാരണ്യം പുനർഭവിച്ച 21ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം അതിന്റെ ഏറ്റവും മഹനീയമായ രീതിയിൽ നിർവഹിക്കപ്പെട്ടതായി എല്ലാവരെയും അറിയിക്കുന്നു. ഈ യോഗം പൂർത്തിയായതായി എല്ലാവരെയും ധരിപ്പിക്കട്ടെ.
സുഖമുണ്ടായി, പാൽപ്പായസം കുടിച്ചപ്പോൾ സുഖമുണ്ടായില്ലോ എന്നിങ്ങനെയാണെങ്കിലോ ഉത്തരം അത്തരത്തിലുള്ള ഭോഗങ്ങളെ സംബന്ധിച്ചുള്ള ചിന്ത കൊണ്ട് വാസ്തവത്തിൽ അന്ധക്കരണത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുകയും വിഷയഭോഗത്തിൽ വീണ്ടും സ്വാസ്ഥ്യം കൈവരികയും ചെയ്യുന്നു. അപ്പോൾ സുഖം ലഭിച്ചതായിട്ട് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സുഖാനുഭവത്തെ വിശകലനം ചെയ്താൽ മനസ്സിലാവുന്ന കാര്യമാണ്. അങ്ങനെയുള്ള വീണ്ടും വിചാരത്തിനാണ് ആഹ്വാനം ചെയ്യുന്നത്. ഭാഗവതം ഭക്തിശാസ്ത്രമാണ്, ധർമ്മശാസ്ത്രമാണ്, ചുരുക്കത്തിൽ ധർമ്മസംഹിതയാണ്. ഇതിൽ പറയാത്ത എന്താണ്? ഭക്തി അന്തരാത്മാവിൽ വിലയം പ്രാപിക്കുന്ന തരത്തിലായിരിക്കണം നമ്മളുടെ ഓരോ പ്രവൃത്തികളും. ധർമ്മ സ്വനുഷ്ഠിത പുംസാം, നമ്മൾ ചെയ്യുന്നതായ സ്വനുഷ്ഠിതം തൻ്റെതായ ധർമ്മം അനുസരിച്ച് എന്ത് ചെയ്താലും സംസിദ്ധി. അതിന്റെ ഫലം എങ്ങനെ കിട്ടണം? ഹരിദോഷം, ഭഗവാനെ സന്തോഷിപ്പിക്കാൻ സാധിക്കണമെന്ന്. അതിപ്പോ നല്ല കഥ അല്ലെ? ഭഗവാൻ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ടോ? ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാൻ സാധിക്കുക? അപ്പൊ അതിനും നമുക്ക് ഭഗവത്ഗീതയിൽ പറയണം, മേവാംശോ ജീവലോകേ ജീവഭൂത സനാതന. എന്റെ അംശമാണ് ഈ ജീവജാലങ്ങളിലുള്ളത് മുഴുവൻ. സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഃ അവതാരോ ഭഗവതഃ കപിലസ്യ മഹാത്മനഃ ദേവഹൂത്യാശ്ച സംവാദ. ഇതുപോലൊരു പ്രകടനം ഭാഗവതത്തിലില്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ഭക്തനെ കുറിച്ച് കേട്ടത്തിയാന്ന് പറയേണ്ടി വരും. ഭഗവാനെ മുൻകൂട്ടി സ്മരിച്ച് മുൻപിൽ കണ്ട് സ്തുതിച്ച് യോഗസാധന കൊണ്ട് ഭഗവാനെ സ്തുതിച്ച് ഭഗവത് പ്രത്യെ പ്രാപിക്കുന്ന ആ പ്രഭാവം, അതാണ് നമ്മൾ ജന്മം കൊണ്ട് നേടിയെടുക്കേണ്ടത്. അങ്ങനെ അവനെ എത്തണമെന്നും അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാവുമ്പോഴാണ് ഭാഗവതം കേൾക്കാനുള്ള യോഗ്യതയാവുള്ളൂ. ഇനിയിപ്പോ ഭാഗവതം കേൾക്കാനുള്ള തയ്യാറെടുപ്പല്ലേ? ഒന്നാം ദിവസമാണ് ഉദ്ഘാടന കഴിഞ്ഞ മധ്യാഹ്നത്തിന് ശേഷമാണ് ഭാഗവത പ്രഭാഷണ പരമ്പര ആരംഭിച്ചത്. അപ്പൊ ഭാഗവതം കേൾക്കാനായിട്ട് വരുന്ന നമുക്ക് വീണ്ടും വിശാലം ചെയ്യാം. ഒന്നാമത്തെ പ്രഭാഷണത്തിൽ തന്നെ സ്വാമിജി പറയുണ്ടായി, വീണ്ടും വിചാരം ചെയ്യാനാണ് സാധിക്കേണ്ടതെന്ന്. അപ്പൊ വീണ്ടും വിചാരം ചെയ്യേണ്ട സമയമായി കഴിഞ്ഞുകൂടി നമുക്ക് വീണ്ടും വിചാരം ചെയ്യാം. ഉത്തമനായ ഹരേ
Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna, Krishna Krishna, Hare Hare, 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 Hare Rama, Hare Rama, Rama Rama, 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 Hare Hare. Hare Krishna, Hare Krishna,